സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ റോബ്ലോക്സ് പറഞ്ഞ ഗെയിം എങ്ങനെയാണ് ഈ ഒരു നിലയിലെത്തിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റോബ്ലോക്സിൻ്റെ ഡെവലപ്പേഴ്സ് ആരാണ് എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കും. റോബ്ലോക്സിൻ്റെ സ്റ്റോറി എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലിട്ട് കടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഒരു ഗെയിം ഉണ്ടാക്കിയത് ഒരു 2 ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു 2 ഡെവലപ്പേഴ്സിൽ ഒരാളുടെ പേര് എറിക് കാസലിനും പിന്നെ വേറൊരാളുടെ പേര് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്തോ ഒരു ബസുക്കി അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. അപ്പോൾ ഗൈസ് അവർ നമ്മുടെ റോബ്ലോക്സ് ഗെയിമിന് ആദ്യം ഇട്ട പേര് ഡൈനോബ്ലോക്സ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ റോബോട്ട് ബ്ലോക്സ് എന്ന് ഇടാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് റോബോട്ട് ബ്ലോക്സ് എന്ന് വേണ്ട, റോബോട്ട് മാറ്റിയിട്ട് വേറെ റോണാക്കാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടി വായിച്ചപ്പോൾ റോബ്ലോക്സ് എന്ന് വന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു ഗെയിമിന് റോബ്ലോക്സ് പറഞ്ഞൊരു പേര് വന്നത്. ആദ്യം അതങ്ങനെ ഹിറ്റൊന്നും ആയിരുന്നില്ല. ആദ്യം വന്നിട്ട് അവർ റോക്കറ്റ് അറീന പറഞ്ഞൊരു ഗെയിം ഉണ്ടാക്കി. അതങ്ങനെ ഹിറ്റായിരുന്നില്ല. അവർ അതും നല്ലപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ആ ഒരു ഗെയിം സെറ്റായി വരാനൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ടു. അത് അങ്ങനെ കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഭയങ്കരമായി ഫ്ലോപ്പായി. അത് കഴിഞ്ഞിട്ട് അവർ ഓറിക്സ് റെസ്റ്റിംഗ് പ്ലേസ് പറഞ്ഞൊരു ഗെയിം ഉണ്ടാക്കി. അതിനും നല്ലപോലെ കഷ്ടപ്പെട്ടു, അതും ഫ്ലോപ്പായി. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി കൺസ്ട്രക്ഷൻ പറഞ്ഞൊരു ഗെയിം ഉണ്ടാക്കി. അതും നല്ലപോലെ ഫ്ലോപ്പായി. അത് കഴിഞ്ഞിട്ട് അവർ ലോണും കടമൊക്കെ കൊടുത്ത് കുറേ സ്റ്റാഫ്സിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവർ ആഡ് ഫ്രണ്ട് ചെയ്യാനും ചാറ്റ് ചെയ്യാനും വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാരും ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു വന്നത്. അതിൽ റോബ്ലോക്സിൽ ഒരു ഗെയിം പോലും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ സമയത്ത് കൂടുതൽ ആൾക്കാർ ആഡ് ഫ്രണ്ട് ചെയ്യാനും അക്കൗണ്ട് ഉണ്ടാക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി മാത്രമായിരുന്നു വന്നത്. അങ്ങനെ ഇരിക്കെ റോബ്ലോക്സിന് വീണ്ടും ഒരു വെല്ലുവിളി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബ്ലോക്സിൽ വന്നിട്ട് കൂടുതൽ ആൾക്കാരും ചാറ്റ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഈ ചാറ്റ് ചെയ്യാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഡിസ്കോഡ് മാതിരി ഉണ്ടാക്കിയ പോലെ എന്തിനാണ് ഈ റോബ്ലോക്സ് വന്നിട്ട് ഉണ്ടാക്കിയത്, എന്തിനാണ് ഈ ഒരു ഗെയിംസൊക്കെ വെച്ചത്, ഇങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു. വാട്സാപ്പ് ഡിസ്കോഡ് അതുമാതിരി ഉണ്ടാക്കിയ പോലെ ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് റോബ്ലോക്സിൽ കൂടുതൽ ആൾക്കാരെ കളി കുറവാക്കിയിട്ട് പബ്ജി, ഫ്രീ ഫയർ അതേമാതിരി പിന്നെ GTA 5 കളിക്കാൻ വേണ്ടി പോയി. കൂടുതൽ ആൾക്കാരെ ക്ലൗഡ് ഗെയിമിംഗ് വെച്ച് GTA 5 ഒക്കെ കളിച്ചു. കൂടുതൽ ആൾക്കാർ കഷ്ടപ്പെട്ട് PC-യും PS3 PS5 Pro അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കളിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് കൂടുതൽ കുട്ടികളും വീട്ടിൽ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കൂടുതൽ കുട്ടികളും ഓൺലൈൻ ക്ലാസ് പിന്നെ വീട്ടിൽ നിന്ന് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സൺഡേ അങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് സൺഡേ സാറ്റർഡേ ആ സമയത്തൊക്കെ കൂടുതൽ കുട്ടികളും പബ്ജി, ഫ്രീ ഫയർ ഒക്കെ കളിച്ച് അതിനൊക്കെ അഡിക്റ്റായി മാറി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റോബ്ലോക്സും കളിച്ച് അങ്ങനെ നമ്മുടെ റോബ്ലോക്സ് ഗെയിമും ഹിറ്റായി മാറി. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു. കൂടുതൽ കുട്ടികളും പഠിക്കാണ്ട് റോബ്ലോക്സ് തന്നെ കളിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ കുട്ടികളുടെ അടുത്തൊക്കെ അക്കൗണ്ടിൻ്റെ പേരെന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ വേറെ കുട്ടികളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എന്താണെന്നൊക്കെ ചില കുട്ടികളൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ പോയി സൈൻ ഇൻ ചെയ്ത് അങ്ങനെയൊക്കെ കുറേ കളിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഫ്രീ ഫയറിൽ ഡയമണ്ട്സിൻ്റെ മാതിരിയും പബ്ജിയിൽ യൂസിൻ്റെ മാതിരിയും റോബ്ലോക്സിൽ റോബക്സിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പബ്ജിയിൽ യൂസിയൊക്കെ മേടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം പറഞ്ഞത്. അപ്പോൾ ഫ്രീ ഫയറിൽ ഡയമണ്ട്സ് മേടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, അങ്ങനെയൊരു റൂള് വന്നു. അത് കാരണം നമ്മുടെ റോബ്ലോക്സിൽ റോബക്സിനും ഇതൊക്കെ മേടിക്കണമെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റുള്ളൂ എന്ന് റോബ്ലോക്സിൽ അങ്ങനെ ഒരു റൂള് വന്നു. അങ്ങനെ 1/4 ആൾക്കാർ ഫ്രീ ആയിട്ടാണ് റോബ്ലോക്സിലും കളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു വെല്ലുവിളി വന്നത് ഗൈസ്. കൂടുതൽ കുട്ടികൾ ഈ റോബ്ലോക്സിൽ കൂടുതൽ കുട്ടികളും 13 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലവരൊക്കെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിടാനൊക്കെ നോക്കി. അങ്ങനെ ചതിക്കുഴിയിലൊക്കെ കുറേ കുട്ടികൾ വീഴുന്നു. അതേമാതിരി ഹാക്കൊക്കെ ആയി അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം റോബ്ലോക്സ് വന്നിട്ട് ഇപ്പോൾ യൂട്യൂബ് അഡൽട്സിന് നോക്കാൻ വേണ്ടി ഇരിക്കുന്ന സാധാ യൂട്യൂബ് കിക്സും ഉള്ള മാതിരി റോബ്ലോക്സിൻ്റെ അകത്ത് തന്നെ ഒരു സെറ്റിങ്സ് അവർ കൊണ്ടുവന്നു. ഈ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് റോബ്ലോക്സ് കിക്സ് മാതിരി ആവും. കിക്സിന് മാത്രം കളിക്കാൻ പറ്റുന്ന റോബ്ലോക്സ് മാതിരിയാവും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രശ്നം അവരങ്ങനെ സോൾവ് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു വെല്ലുവിളി വന്നത്. ഈ റോബ്ലോക്സിൽ വന്നിട്ട് കൂടുതൽ ആൾക്കാരും
ബാഡ് വേർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാഡ് വേർഡ്സ് എന്നാൽ കൂടുതൽ ആൾക്കാരും പറയുന്ന കാരണം എന്നാൽ പറയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഫ്രൂട്ട്സിലാണെങ്കിലും ഏതിലാണെങ്കിലും ചാറ്റിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് കൂടുതൽ കുട്ടികളും വായിച്ചിട്ട് പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞ കാരണം ഭയങ്കര പ്രശ്നമായി. അത് കാരണം ബാഡ് വേർഡ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡായി ബാഡ് വേർഡ് മാറിയിട്ട് ഹാഷ്ടാഗായി മാറും. അങ്ങനെ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൂടുതൽ കുട്ടികളും വീണ്ടും ഇങ്ങനെ ബാഡ് വേർഡ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ ഓരോ വേണ്ടാത്ത കുറേ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും കൂടെ ചെയ്തു. റോബ്ലോക്സിൽ ചാറ്റിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതുമാത്രമല്ല കൂടുതൽ അഡിക്റ്റുമായി. അത് കാരണം പിന്നെ ചാറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പബ്ജിയും ഫ്രീ ഫയറും ഒക്കെ ബാനായി പോയ മാതിരി നമ്മുടെ റോബ്ലോക്സും ബാനായി പോകുമെന്ന് പേടിച്ചിട്ട് അവർ ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഫേസ് എടുത്തിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് എയിലിട്ടിട്ട് അവർ നമ്മളുടെ ഈ ഏജ് എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ നമ്മളുടെ ചാറ്റ് അലോ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സംഭവം കൂടെ കൊണ്ടുവന്നു. പിന്നെ റോബ്ലോക്സ് ഹിറ്റായി. പിന്നെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് റോബ്ലോക്സ് പിന്നെ ഹിറ്റായി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഗൈസ്, പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗൈസ്. സോ ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ റോബ്ലോക്സ് കൂടുതലും നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക ഗൈസ്. നമ്മളിപ്പോൾ റോബ്ലോക്സ് കളിയൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോബ്ലോക്സ് ഒന്നും നമ്മളിപ്പോൾ അധികം കളിക്കലില്ല ഗൈസ്. നമ്മൾ പിന്നെ ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിക്കും. അതുമാത്രമല്ല പിന്നെ കണ്ടൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കും. അല്ലാതെ നമ്മൾ എപ്പോഴും കളിക്കില്ല ഗൈസ്. പിന്നെ PC ഹീറോൻ്റെ ഒരു കാര്യം ഓർത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവനും ഇതേമാതിരി കണ്ടൻറ്റ്സ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് മാത്രം കളിക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ആഡ് ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ട്സ് എന്നുണ്ടാവുമല്ലോ, അതിൽ വന്നിട്ട് എൻ്റെ ലിസ്റ്റിൽ PC ഹീറോ ഉണ്ട്. ഞാനും PC ഹീറോയും ഫ്രണ്ട്സാണ് ഗൈസ്. ആഡ് ഫ്രണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് PC ഹീറോൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് PC ഹീറോ ഓഫ്ലൈൻ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് തന്നെ എപ്പോഴെങ്കിലും വരിക ഗൈസ്. അപ്പോൾ അവനും ഇടയ്ക്ക് തന്നെ കളിക്കുള്ളൂ. അപ്പോൾ നിങ്ങളും ഇടയ്ക്ക് തന്നെ കളിക്കുക ഗൈസ്. എപ്പോഴും കളിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഗൈസ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് റോബ്ലോക്സ്